ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 5 ജെറുസലേമിലെ വിശുദ്ധ ആഞ്ചലൂസിന്റെ തിരുനാൾ. ക്രിസ്തു മതത്തിലേക്ക് മാനസാന്തരപ്പെട്ട യഹൂദ മാതാപിതാക്കന്മാരിൽ നിന്ന് വിശുദ്ധ നഗരമായ ജെറുസലേമിൽ ആഞ്ചലൂസ് പൂജാതനായി. ഏകാന്തത ഇഷ്ടപ്പെട്ട് കാർമൽ മലയിൽ താമസിച്ചിരുന്ന സന്യാസികളുടെ ഗണത്തിൽ ചേർന്നു. ജെറുസലേമിൽ പാത്രിയാർക്കീസ് വിശുദ്ധ ആൽബർട്ട് പുതിയ സഭയ്ക്കു വേണ്ട നിയമം എഴുതിയുണ്ടാക്കി. 1203 പുതിയ സഭ രൂപം കൊണ്ടപ്പോൾ ആഞ്ചലൂസ് ആ സഭയിൽ അംഗമായി. പുതിയ നിയമ സംഹിതകൾക്ക് അംഗീകാരം വാങ്ങാൻ നിയുക്തനായത് പ്രയർ ആഞ്ചലൂസാണ്. അദ്ദേഹം റോമിൽ പോയി 3-ാം ഹെറോനൂരിയൂസ് മാർപ്പാപ്പയെ കണ്ടു കാര്യം ബോധിപ്പിച്ചിട്ട് സിസിലിയിലേക്ക് പോയി സുവിശേഷ പ്രസംഗം നടത്തി. അവിടെ അദ്ദേഹം സ്നാപക യോഹന്നാനെ പോലെ ഒരു ദുർമാർഗിയെ ശാസിച്ചു. കുപിതനായ ദുർമാർഗി പ്രയർ ആഞ്ചലൂസിനെ വധിച്ചു. അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിത്വ മകുടം ചൂടി. ജെറുസലേമിലെ വിശുദ്ധ ആഞ്ചലൂസെ, ഞങ്ങൾക്കും തിരുസഭ മുഴുവനും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.